ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പെൻ ഹോൾഡറാണ് നിർമ്മിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായി നമുക്ക് പ്രധാനമായും വേണ്ടത് കുറച്ച് പേപ്പർ ട്യൂബുകളാണ്. ആദ്യം നമുക്ക് അതുണ്ടാക്കാം. ഏകദേശം 3-4 ഇഞ്ച് വീതിയിൽ പേപ്പർ കീറിയെടുത്ത് ഒരു കനം കുറഞ്ഞ കമ്പിയിലോ ഈർക്കിലോ ചുറ്റിയെടുക്കുക. എൻഡ് പോർഷനിൽ ഒരൽപ്പം ഗമ്മും തേച്ചൊട്ടിച്ചതിന് ശേഷം ഉള്ളിലിരിക്കുന്ന കമ്പി റിമൂവ് ചെയ്താൽ നമ്മുടെ പേപ്പർ ട്യൂബ് റെഡി. ഇങ്ങനെ കുറേയേറെ പേപ്പർ ട്യൂബുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പേപ്പർ ട്യൂബിനെ ഒരു സർക്കിൾ ആകൃതിയിലാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിതേ ഒരു കണ്ടെയ്നറിന് പുറത്ത് ചുറ്റിയെടുത്ത് ഒട്ടിച്ചെടുക്കുകയാണ്. അതിനുശേഷം കണ്ടെയ്നറിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കുന്നു. ഒരു പേനയുടെ പുറത്ത് ഈ പേപ്പർ ട്യൂബ് ചുറ്റി ഒട്ടിച്ചെടുക്കുകയാണ്. വലിയ സർക്കിളിന് നടുക്ക് ഈ ചെറിയ സർക്കിൾ വെച്ചു കൊടുക്കുന്നു. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനായി 8 ചെറിയ പേപ്പർ ട്യൂബ് പീസുകൾ എടുത്തിരിക്കുന്നു. ഇതിപ്പോൾ ഒരു സൈക്കിൾ വീലിന്റെ ആകൃതിയിലായിട്ടുണ്ട്. ഇത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതുപോലെയുള്ള 2 എണ്ണം കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡിന്റെ റോൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുറിച്ചെടുക്കണം. ഇതിന് ചുറ്റും നമുക്ക് പേപ്പർ ട്യൂബുകൾ ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നു. ശേഷം ഓരോരോ ട്യൂബുകളായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലായിടവും ഒട്ടിച്ചു കൊടുക്കുക. ഈ ചുറ്റുമുട്ടിച്ചതെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനിയും അധികമായി നിൽക്കുന്ന പോർഷനുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ കാർഡ്ബോർഡ് റോളിന്റെ വലിപ്പത്തിനനുസരിച്ച് ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു പേപ്പർ ട്യൂബ് ഇതിന്റെ അരിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ മറു സൈഡിലും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരൽപ്പം കനമുള്ള പേപ്പർ ട്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമുള്ള നീളത്തിൽ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇത് നമ്മളുടെ 2 വീലുമായിട്ടും കണക്ട് ചെയ്തെടുക്കുക. ഇരു സൈഡിലും ഗ്ലൂവും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നീളമുള്ള ഒരു പേപ്പർ ട്യൂബ് എടുത്ത് ഒരു വീലിന്റെ സെൻട്രൽ പോർഷനിലൂടെ കടത്തി 2 വീലും കണക്ട് ചെയ്തിരിക്കുന്ന പേപ്പർ ട്യൂബിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇവയെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ചെറിയ 2 ട്യൂബുകളും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ മുൻഭാഗത്തുള്ള വീലിനുള്ളിൽ കൂടി ഒരു ട്യൂബും കൂടെ കടത്തി അത് മുകളിലേക്ക് വളച്ചു വെച്ച് അതിന് മുകളിൽ ചെറിയൊരു പീസും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ ഫ്രണ്ട് പോർഷനിൽ നിന്നും ബാസ്ക്കറ്റിലേക്ക് ഒരു ട്യൂബും കൂടെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. തൽക്കാലം ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. ബാസ്ക്കറ്റിൽ പെയിന്റ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം. ഒരു ട്യൂബ് എടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ എൻഡ് പോർഷൻ ഒട്ടിച്ചും കൊടുക്കണം.
എന്നിട്ട് ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ നിന്നും ഒരു സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് തള്ളി ഇതൊരു ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഇത് നമുക്ക് മുൻഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബാസ്ക്കറ്റിന് ഞാൻ ലൈറ്റ് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. വീലിന് ബ്ലാക്ക് കളർ കൊടുക്കും. ഇവിടെയെല്ലാം വൈറ്റ് കൊടുക്കുകയാണ്. ഇവിടെയെല്ലാം ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഈ ഹെഡ്ലൈറ്റിൻ്റെ സെൻറ്റർ പോർഷനിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ചെറിയ മിററിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നു. ഈ ബാസ്ക്കറ്റിൻ്റെ മുകൾ ഭാഗത്തെല്ലാം കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ബാസ്ക്കറ്റ് നമുക്ക് സൈക്കിളിൻ്റെ ബോഡിയിലേക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കാം. ഈ വീലുകളുടെ എല്ലാ സെൻട്രൽ പോർഷനിൽ ഞാൻ ഓരോ ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഹാൻഡിലിൻ്റെ ഇരുവശത്ത് ഓരോ ബീഡ്സ് ഒട്ടിക്കും. ഇനി ഇതിൽ ഫുള്ളായിട്ട് ഒരു കോട്ട് വാർണിഷും കൂടി അടിച്ചു കൊടുക്കണം. ഞാനിവിടെ പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവിൽ അങ്ങ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനിത് കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷേപ്പ് തിരഞ്ഞെടുത്തത്. നിങ്ങളുടെ വീടുകളിലേക്കുള്ള കൊച്ചുകുട്ടികൾക്ക് ഇതേപോലെ ഒരെണ്ണം നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരോട് പെൻസിലും പേനയും മറ്റുമൊക്കെ അവിടെ ഇവിടെയായി കൊണ്ട് കളയാതെ എല്ലാം ഇതിനകത്ത് കൃത്യമായി സൂക്ഷിച്ചുകൊള്ളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഇനി നമ്മളുടെ അടുത്ത വീഡിയോ ഒരു ഫ്ലവർ പോട്ടാണ്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ.